പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ എഡിഷൻ 4-ാം ഭാഗം. അനർത്ഥം വ്യസനകാരണമാകാതെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൈ. എബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ച 3-ാമത്തെ അപേക്ഷ, ദൈവമേ, നിൻ്റെ കൈ എന്നോടുകൂടിയിരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമാകാതെ എന്നെ കാക്കണം എന്നുള്ളതാണ്. അനർത്ഥങ്ങളും അപകടങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ പരിപാലനവും ആവശ്യമാണ്. നാം അത് ആഗ്രഹിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദുഷ്ടനായ പിശാചും ദുഷ്ടമനുഷ്യരും ദുഷ്ടമൃഗങ്ങളും ദുഷ്ടസാഹചര്യങ്ങളുമൊക്കെയുള്ള ലോകത്തിലാണ് നാം പാർക്കുന്നത്. ഇവിടെ നമുക്ക് ദൈവികമായ സംരക്ഷണം ആവശ്യമാണ്. ദൈവത്തിൻ്റെ കൈകളുടെ പല പ്രത്യേകതകൾ വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൈ നമ്മെ താങ്ങുന്ന കൈയാണ്. പുരാതനായ ദൈവം നിൻ്റെ സങ്കേതമാകുന്നു, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട് എന്ന് ആവർത്തനം 33:27 നാം വായിക്കുന്നു. മനുഷ്യൻ്റെ കൈകൾ മാറിപ്പോയേക്കാം, കുഴഞ്ഞു പോയേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ കൈകൾ ശാശ്വത ഭുജങ്ങളാണ്. അത് മാറിപ്പോകുന്നില്ല. കുറേ നാൾ താങ്ങി നിർത്തി കഴിയുമ്പോൾ കുഴഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് വിശ്വസ്തനായ ദൈവത്തിൽ നാം ആശ്രയിക്കണം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്ന് യെശയ്യാപ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൈയുടെ മറ്റൊരു പ്രത്യേകത, അത് പോഷിപ്പിക്കുന്ന കൈകളാണ്. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേക പ്രാവശ്യം അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കിയതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. 5 അപ്പവും 2 മീനും കരങ്ങളെടുത്ത് വാഴ്ത്തി 5000 പുരുഷന്മാർ ഉൾക്കൊള്ളുന്ന ബഹുപുരുഷാരത്തിന് അവിടുന്ന് തൃപ്തി വരുത്തി. മറ്റൊരിക്കൽ 7 അപ്പവും കുറേ മീനും കൊണ്ട് 4000 വരുന്ന ജനത്തെ അവിടുന്ന് പോഷിപ്പിച്ച് അവർക്ക് സംതൃപ്തി വരുത്തി. ദൈവം തൻ്റെ കൈകളിൽ നമുക്ക് വേണ്ടതെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് പോഷിപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ കൈയുടെ 3-ാമത്തെ പ്രത്യേകത, നമ്മുടെ നാവിനെ തൊട്ട് ശുദ്ധീകരിക്കുന്ന കൈയാണ്. യെരമ്യാവിനെ ദൈവം വിളിച്ചപ്പോൾ, പ്രവാചകനായി നിയമിച്ചപ്പോൾ യെരമ്യാവ് ഒഴിവുകൾ പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചു. എന്നാൽ ദൈവം അവൻ്റെ നാവിനെ തൊട്ട് ശക്തീകരിച്ചു, ശുദ്ധീകരിച്ചു. ദൈവത്തിൻ്റെ കൈ നമ്മുടെ നാവിനെ തൊട്ട് ശക്തീകരിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ ദൂതുകൾ പറയുവാൻ ബലം കിട്ടും, ശക്തി ലഭിക്കും. ദൈവത്തിൻ്റെ കൈയുടെ മറ്റൊരു പ്രത്യേകത, ദൈവത്തിൻ്റെ കൈ നമ്മെ സ്പർശിച്ച് സൗഖ്യമാക്കുന്ന കൈയാണ്. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ അവിടുന്ന് കൈ നീട്ടി കുഷ്ഠരോഗിയെ തൊട്ട് ശുദ്ധമാക്കി. അനേകരെ യേശു ക്രിസ്തു തൊട്ട് സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ കൈ, ആ കൈ കീഴെ നാം താണിരുന്നാൽ അവൻ നമ്മളെ തക്ക സമയത്ത് ഉയർത്തുകയും ചെയ്യും. 1 പത്രോസ് 5:6. ദൈവത്തിൻ്റെ കൈ, അത് നമ്മളെ അനുഗ്രഹിക്കുന്ന കൈയാണ്. യേശു അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുവെന്ന് ലൂക്കോസ് 24:50 നാം വായിക്കുന്നു. എസ്ര അനുഭവത്തിൽ നിന്ന് പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അതുകൊണ്ട് ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നതിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിച്ചു. ദൈവത്തിൻ്റെ കൈ, അത് നമ്മളെ താങ്ങി നിർത്തുന്ന കൈകളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാവിനെ തൊട്ട് ശുദ്ധീകരിക്കുന്ന കൈകളാണ്, നമ്മെ പോഷിപ്പിക്കുന്ന കൈകളാണ്. അനർത്ഥത്തിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്ന ദുഷ്ടശക്തിയിൽ നിന്നൊക്കെ നമ്മളെ വിടുവിക്കുന്ന കൈയാണ്. എബ്ബേസ് അതാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. പകില്യം നിറഞ്ഞ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൈയുടെ സംരക്ഷണമില്ലാതെ തനിക്ക് സുരക്ഷിതമായി ജീവിക്കുവാൻ കഴിയത്തില്ല എന്ന് എബ്ബേസ് തിരിച്ചറിഞ്ഞു. യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുന്നൊരു സന്ദർഭം. ദൈവവും കർത്താവുമായ യേശുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവർ യാത്ര ആരംഭിച്ചത്. രാത്രിയിലെ യാത്ര എന്ന ബുദ്ധിമുട്ട് മാത്രമല്ല അവർ നേരിടേണ്ടി വന്നത്. തങ്ങളുടെ ഗുരുവും അത്ഭുതങ്ങൾ അനായാസമായി നിർവഹിക്കുന്നതുമായ യേശുനാഥൻ അപ്പോൾ അക്ഷരീയമായി അവരോട് കൂടെയില്ലാത്തത് കാര്യങ്ങളുടെ ക്ലേശം വർദ്ധിപ്പിച്ചു. കടലിലെ തിരമാലകൾ ശക്തമായി അടിച്ചുയർന്നു. കാറ്റ് ഹുങ്കാര ശബ്ദത്തോട് ഉയർന്നുകൊണ്ടിരുന്നു. അവരുടെ യാത്ര ആകെ താറുമാറായി.
ആരോഗ്യവും ബലവും പരിചയസമ്പത്തും പ്രയോജനരഹിതമായിക്കൊണ്ടിരുന്നു. മാറി മാറി തുഴഞ്ഞും തണ്ടുവലിച്ചും നടത്തിയ പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടായില്ല. ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയിൽ അവരുടെ മനസ്സ് പടകിനേക്കാൾ അധികമായി ഉലഞ്ഞുകൊണ്ടിരുന്നു. ഗലീല കടലിലെ തിരമാലകളേക്കാൾ വലിയ തിരമാലകൾ അവരുടെ മനസ്സിൽ അടിച്ചുകൊണ്ട് അവരെ ഭയത്തിലേക്ക് നയിച്ചു. ഇതിനെല്ലാറ്റിനും വിരാമം കുറിക്കേണ്ടതിനായി യേശു അവരുടെ അടുക്കിലേക്ക് രാത്രിയുടെ അവസാന യാമത്തിൽ 4-ാം യാമത്തിൽ നടന്ന് അടുത്തു. നമ്മുടെ സകല ദുരിതങ്ങൾക്കും വിരാമം നൽകുവാൻ ഈ യുഗാന്ത്യത്തിൽ യേശു വരും എന്ന് നാം മറക്കരുത്. യേശുവിൻ്റെ വെളിപ്പെടൽ ഉണ്ടാകേണ്ടതിനായി ശിഷ്യന്മാർക്ക് 4-ാം യാമം വരെ ആ രാത്രിയിൽ കാത്തിരിക്കേണ്ടി വന്നു. 4-ാം യാമത്തിലാണെങ്കിലും തൻ്റെ ജനത്തിനു വേണ്ടി വരുന്നവനാണ് യേശു എന്ന സത്യം നാം എപ്പോഴും കേൾക്കുന്നതാണെങ്കിലും ഓരോ പ്രാവശ്യം നമുക്ക് ഊർജം പകരുന്നതാണ്. പ്രഭാതത്തിൻ്റെ വെളിച്ചം പൂർണ്ണതോതിൽ എത്തിത്തുടങ്ങാഞ്ഞതിനാൽ ശിഷ്യന്മാർക്ക് യേശുവിനെ മനസ്സിലായില്ല. മാത്രമല്ല, യേശു മുൻപെങ്ങും വെള്ളത്തിനു മീതെ നടന്ന് അവരുടെ അടുക്കൽ എത്തിയിട്ടില്ല. അവർ അങ്ങനെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് അവർ പേടിച്ചു നിലവിളിച്ചു. നാമും പലപ്പോഴും അങ്ങനെ ആയിത്തീരാറുണ്ട്. യേശു ഒരു പുതിയ വിധത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് ദൈവികമാണെന്ന് തിരിച്ചറിയുവാൻ താമസിച്ചു പോകാറുണ്ട്. ശിഷ്യന്മാർ തെറ്റിദ്ധാരണയിൽ പറഞ്ഞതുപോലെ യേശുവിൻ്റെ പ്രവർത്തികളെ പൈശാചിക പ്രവർത്തികളായി ചിലപ്പോഴൊക്കെ നാമും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ യേശു അവരെ ധൈര്യപ്പെടുത്തി. ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. യേശു ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് ധൈര്യവും സന്തോഷവും ഉദിച്ചു. പഴയ നിയമത്തിൽ ദൈവം വെള്ളം മാറ്റിക്കൊടുക്കുകയാണ് ചെയ്തത്. 4 പ്രാവശ്യം അങ്ങനെ ചെയ്തതായി പഴയ നിയമ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ചെങ്കടൽ 1 പ്രാവശ്യവും യോർദാൻ 3 പ്രാവശ്യവും ദൈവശക്തിയാൽ വിഭജിക്കപ്പെട്ടു. പുറപ്പാട് 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ചെങ്കടലിനെ 2ആക്കി. യോശുവ 3-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, യോശുവയുടെ നേതൃത്വത്തിൽ പുരോഹിതന്മാർ പെട്ടകവുമായി യോർദാനിൽ ചവിട്ടിയപ്പോൾ കരകവിഞ്ഞൊഴുകിയ യോർദാൻ്റെ നടുവിലൂടെ ഉണങ്ങിയ പാതയുണ്ടായി. ഏലിയാവും എലീശയും കൂടെ പോയപ്പോൾ ഏലിയാവ് പുതപ്പുകൊണ്ട് യോർദാനെ അടിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2ആയി പിരിഞ്ഞുവെന്ന് 2 രാജാക്കന്മാർ 2-ന്റെ 8-ാമത്തെ വചനം. ഏലിയാവിൽ നിന്ന് കിട്ടിയ പുതപ്പ് കൊണ്ട് ഏലീശ ഒറ്റയ്ക്ക് അടുത്തു വന്ന് വെള്ളത്തെ അടിച്ചപ്പോഴും യോർദാൻ 2ആയ ചരിത്രം 2 രാജാക്കന്മാർ 2-ന്റെ 14 നാം വായിക്കുന്നു. ഇങ്ങനെ പഴയ നിയമത്തിൽ 4 പ്രാവശ്യം തൻ്റെ ജനം കടന്നു പോകേണ്ടതിനായി വെള്ളത്തിൻ്റെ നടുവിൽ കൂടെ ദൈവം അത്ഭുത വഴി തുറന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശു വെള്ളത്തെ വിഭജിച്ചുകൊണ്ട് ഉണങ്ങിയ നിലത്തിലൂടെ നടക്കുകയല്ലായിരുന്നു, വെള്ളത്തിന് മീതെ നടക്കുകയായിരുന്നു. പത്രോസും അങ്ങനെയാണ് ചെയ്തത്. വെള്ളത്തെ വിഭജിച്ച് ഉണങ്ങിയ നിലത്തിലൂടെ നടക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്നത്. പുതിയ നിയമ ശിഷ്യരായിരിക്കുന്ന നമ്മെ ദൈവം പ്രശ്നങ്ങൾക്ക് മീതെ നടത്തുന്നവനാണ്. ചെങ്കടലിനെയും യോർദാനെയും 2ആക്കിയ വഴി നടത്തിയ ദൈവം, ആ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം. എന്നാൽ എപ്പോഴും അങ്ങനെ അതിൻ്റെ നടുവിൽ കൂടെ ഒരു പുതിയ വഴി പ്രതീക്ഷിച്ച് കാത്തിരിക്കേണ്ട. അവയ്ക്ക് മുകളിലൂടെ നടത്തുവാനും ദൈവം ശക്തനാണ്. ഗലീല കടലിനെ 2ആക്കി ഉണങ്ങിയ നിലത്തിലൂടെയും അതിനെ 2ആക്കാതെ ആ ജലത്തിന് മുകളിലൂടെയും നടക്കുവാൻ യേശുവിന് കഴിയും. പ്രതിസന്ധിക്ക് നടുവിലൂടെയും അതിന് മുകളിലൂടെയും വഴി തുറക്കുന്നവനാണ് നമ്മുടെ ദൈവം. യേശു ചെയ്തതുപോലെ വെള്ളത്തിനു മീതെ നടക്കുവാൻ പത്രോസും ഇച്ഛിച്ചു. കർത്താവിനായി ഏറ്റവും മെച്ചമായത് ചെയ്യുവാൻ നാമും ആഗ്രഹിക്കണം. ബാക്കി 11 പേർക്കും കടലിനു മീതെ നടക്കുവാൻ വലിയ ആഗ്രഹം തോന്നിയില്ല. എല്ലാവർക്കും എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുകയോ അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടാകുകയോ ചെയ്യാറില്ല. ദൈവം ഓരോരുത്തർക്കും നൽകുന്ന ദർശനം തനിമയുള്ളതും സവിശേഷതയുള്ളതുമാണ്. ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്നത് നാം നിർവഹിക്കുകയാണ് വേണ്ടത്. ദൈവം വ്യക്തിപരമായിട്ടാണ് കണക്ക് ചോദിക്കുന്നത്. എന്നാൽ ആ പുതിയ കാര്യം ചെയ്യുവാൻ പത്രോസ് യേശുവിൻ്റെ കൽപ്പന ആവശ്യപ്പെട്ടു.
നാമും കർത്താവിന് വേണ്ടി പുതിയ കാര്യങ്ങൾക്കായി ഇറങ്ങുമ്പോൾ കർത്താവിൻ്റെ കൽപ്പന വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പത്രോസ് യേശുവിനോട് പറഞ്ഞു. പുതിയ കാര്യങ്ങൾ നാം ചെയ്യുന്നത് മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ടോ ചെയ്തത് കൊണ്ടോ ആകരുത്, പ്രത്യുത ദൈവം കൽപ്പിച്ചത് കൊണ്ടാകണം. വരിക എന്ന് യേശു കൽപ്പിച്ചു. പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി. പാദങ്ങളെ താങ്ങി നിർത്തുവാൻ കഴിവുള്ള ഖരപദാർത്ഥമായ തടിയിൽ നിന്നിറങ്ങി സ്വാഭാവികമായി അതിന് ശക്തിയില്ലാത്ത ദ്രാവകമായ വെള്ളത്തിലേക്ക് പത്രോസ് കാലെടുത്ത് വെച്ചു. അസാധ്യതയിലേക്ക് കാലെടുത്ത് വെക്കുന്നതാണ് വിശ്വാസം. പത്രോസ് വെള്ളത്തിന്മേൽ നടന്നു. അത് ശരിയാണ്. ഒന്നുകൂടെ ചിന്തിച്ചു പറഞ്ഞാൽ, അല്ല, പത്രോസ് യേശുവിൻ്റെ കൽപ്പനയുടെ മേൽ നടന്നു എന്നതാകും കൂടുതൽ ശരി. പത്രോസ് തൻ്റെ വിശ്വാസത്തിന്മേൽ നടന്നു എന്നതും സത്യം തന്നെ. പത്രോസ് അങ്ങനെ കടൽമേൽ നടന്ന് യേശുവിൻ്റെ അടുക്കൽ എത്താറായി. എത്തിപ്പോയി എന്ന ധാരണയിൽ അവൻ ചുറ്റും നോക്കി കാറ്റ് കണ്ടു. അത്ഭുതം സംഭവിച്ചു തീരാറായല്ലോ എന്ന് നാം കരുതി പലപ്പോഴും അലക്ഷ്യമാകാറുണ്ട്. നോട്ടം കർത്താവിൽ നിന്ന് മാറ്റാറുണ്ട്. ആ അവസാന നിമിഷത്തിലായിരിക്കും പരാജയവും വരുന്നത്. കാറ്റിൻ്റെയും തിരമാലകളുടെയും നടുവിൽ അവൻ യേശുവിനെ കണ്ട് മുൻപോട്ട് നീങ്ങിയപ്പോൾ താഴ്ന്നില്ല. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ എത്താറായപ്പോൾ അവൻ കാറ്റ് കണ്ട് പേടിച്ചു. അപ്പോഴാണ് മുങ്ങിത്തുടങ്ങിയത്. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് അവൻ നിലവിളിച്ചു. മുങ്ങിത്തുടങ്ങുന്നുവെന്ന് തോന്നിയാൽ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. വന്ന് സംഭവിക്കാവുന്ന അനർത്ഥത്തെ ഒഴിവാക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നിലവിളിക്കുന്നവരെ അനർത്ഥത്തിൽ നിന്ന് പൊക്കിയെടുത്ത് രക്ഷിക്കുന്നവനാണ് യേശു. താണുപോകുന്ന സ്ഥാനത്തേക്ക് നീണ്ടുവരുന്നതാണ് കർത്താവിൻ്റെ കരങ്ങൾ. അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കുമെന്ന് സങ്കീർത്തനം 57-3 വചനത്തിലും നാം വായിക്കുന്നു. തിരിച്ച് പത്രോസ് യേശുവിനോടൊപ്പം നടന്നു. ഒന്നിച്ചു നടന്നു. പടകിലേക്ക് നടന്നു. അതിൽ അവൻ വീണില്ല. കാരണം യേശു കൂടെയുണ്ട്. നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും യേശുവിനെ നോക്കി നടക്കുന്ന ഒരു ഘട്ടമുണ്ട്. യേശുവിനോട് ചേർന്ന് നടക്കുന്ന ഒരു രണ്ടാം ഘട്ടവുമുണ്ട്. യേശുവിനെ നോക്കി നടക്കുവാൻ നീ വിശ്വാസത്താൽ ഇറങ്ങിയാൽ രണ്ടാം പകുതിയിൽ യേശു നിന്നോടൊപ്പം നടക്കും. യേശു കൂടെ നടക്കുന്ന രണ്ടാം ഘട്ടം പരാജയമില്ലാത്തതാണ്. വിജയത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടം ദൈവവൈതലെ ദൈവം നിനക്ക് വേണ്ടി ശേഷിപ്പിക്കുന്നുണ്ട്. എബേസ് പ്രാർത്ഥിച്ചു, അനർത്ഥം എനിക്ക് വ്യസനകാരണമാകാതെ നീ കാക്കണം. ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ യാചിച്ച 3 അപേക്ഷകളും ദൈവം നൽകി. നാം അപേക്ഷിക്കുന്നതിനെ ദൈവം നൽകുന്ന ദൈവമാണ്. അനുഗ്രഹിക്കുന്ന ദൈവം, അതിരുകളെ വിശാലമാക്കുന്ന ദൈവം, അനർത്ഥം വ്യസനകാരണമാകാതെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ അളവറ്റ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം. ദുഷ്ടനായ പിശാചും ദുഷ്ടമനുഷ്യരും ദുഷ്ടജന്തുക്കളും ദുഷ്ടസാഹചര്യങ്ങളുമുള്ള ഈ ലോകത്തിൽ കർത്താവിൻ്റെ വലിയ പരിപാലനം നമുക്കെപ്പോഴും ആവശ്യമാണ്. ആ ദൈവികമായ സംരക്ഷണം എപ്പോഴും നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിനോട് അത് ചോദിക്കാം. നമ്മുടെ ആയുസ്സ് പൂർത്തീകരിക്കുവാൻ, ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുവാൻ കർത്താവ് നമുക്ക് ബലം നൽകും, അവസരം നൽകും. ആ ദൈവകൃപയിലേക്ക് സമർപ്പിച്ച് ജയാളികളായി മുന്നേറുവാൻ ദൈവമേവരെയും സഹായിക്കട്ടെ.